ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസുലേഷൻ ടാപ്പും കളർ പേപ്പറും വെച്ചിട്ട് ഈസി ആയിട്ട് സ്റ്റിക്കി നോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്ക് A4 സൈസുള്ള കളർ പേപ്പർ എടുക്കുക. കളറൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അത് ഞാൻ 3 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 7 ഇഞ്ച് നീളത്തിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെയിം നീളം കിട്ടാൻ വേണ്ടി ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം വെച്ചിട്ടൊന്ന് താഴോട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ആ പേപ്പർ ഫുള്ളായിട്ട് ഇതുപോലെ സെയിം സൈസിലൊന്ന് നമുക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം ഓരോ പീസും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് സെയിം പ്രോസസ്സിൽ തന്നെ ഞാൻ ഒരുപാട് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇൻസുലേഷൻ ടാപ്പാണ്. എൻ്റെ കയ്യിൽ വീതി കൂടിയതാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ വീതി കൂടിയത് എടുത്തിട്ടുള്ളത്. വീതി കുറഞ്ഞതായാലും പ്രശ്നമില്ല. ടാപ്പ് വെക്കുമ്പോൾ നമ്മൾ പശയുള്ള ഭാഗം മുകളിലായിട്ട് ആക്കിയിട്ട് വേണം ഒന്ന് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും എടുത്തിട്ട് ഈ ടാപ്പിൻ്റെ മുകളിൽ ഇതുപോലെയായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുകൾ ഭാഗത്ത് ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ വലിയ ടാപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ചെറിയ വീതി കുറഞ്ഞതാണെങ്കിൽ ഒരേ നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴും നമ്മൾ മുകളിൽ കുറച്ച് ബാലൻസ് ഉള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റരുത്. ഇനി നമുക്ക് ഒന്നിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം എടുക്കുന്ന പീസ് പശയുള്ള ഭാഗം താഴോട്ടായിട്ട് പിടിച്ചിട്ട് അതിന് മുകളിലായിട്ട് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഓരോന്നായി ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിലൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇതുപോലത്തെ ചെറിയ തുമ്പുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 3 കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. കളറും എണ്ണവും ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലത്തെ വൈറ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റിക്കി നോട്ട് എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അടിപൊളിയാക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ച് കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമ്മളിപ്പോൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കളർ പേപ്പറും ഒരു ടാപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കിയതൊന്ന് ഒട്ടിച്ച് നോക്കാം. ഇപ്പം ഞാൻ റിമൂവ് ചെയ്യണ പോലെ ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.